100 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 31ാമത്തെ ദിവസം രാവിലെ ഉലുവ വെള്ളമാണ് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. എൻ്റെ കയ്യിൽ ബ്രെഡ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ബ്രെഡും ഞാൻ പനീറിനെ ഡ്രൈ ആയിട്ട് തോരൻ പോലെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ സലാഡും ഗ്രീൻ ടീയും കഴിച്ചു. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കിന് ഞാൻ തണ്ണിമത്തനാണ് കഴിച്ചത്. ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ മട്ടേരി ചോറും വെണ്ടയ്ക്കയുടെ മെഴുക്കുവരട്ടിയും സലാഡും തൈരും പിന്നെ ആ സൈഡിലിരിക്കുന്നത് അച്ചാറാണ്. നാരങ്ങയും ഡേറ്റ്സും കൂടെ ഇട്ടിട്ടുള്ള ഒരു അച്ചാർ. ഇത് അമ്മ ഉണ്ടാക്കിയതാണ്, നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പം അതായിരുന്നു ഒരു സിമ്പിൾ ലഞ്ച് കഴിച്ച ശേഷം എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു. നമ്മുടെ സാധാ ചോക്ലേറ്റ് അല്ല, ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഈവനിങ് സ്നാക്കിന് ഗ്രീൻ ടീയും പിന്നെ ഞാനൊരു മസാല ചാട്ട് ഉണ്ടാക്കി. ഇതിൽ പൊരിയും കോണും കപ്പലണ്ടിയും ഒക്കെ വറുത്തിട്ടതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. അപ്പം അതും കഴിച്ചിട്ട് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോയി. നടന്നുകൊണ്ടിരുന്നപ്പോൾ കാണാം പാർക്കിലാണെങ്കിൽ അന്നൊരു ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കൊക്ക്. ഇന്നാണെങ്കിൽ കുറേ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോൾ അതിങ്ങനെ പേടിച്ച് ദൂരെ പറന്നു പോവുമായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ഞാൻ എൻ്റെ നടത്ത വീണ്ടും കണ്ടിന്യൂ ചെയ്തു. എൻ്റെ ദേഹത്താണെങ്കിൽ ഒരു പച്ചവെട്ടിൽ വന്നിരുന്നു. പച്ചവെട്ടിൽ ദേഹത്ത് വന്നിരുന്ന പൈസ കിട്ടും എന്നാണ് പണ്ട് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും അച്ചു ഒന്നിച്ചാണ് ഇന്ന് ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻ. അച്ചു മുട്ടത്തോരൻ ഉണ്ടാക്കുകയാണ്, എൻ്റെ ജോലി എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ സിമ്പിൾ ഡിന്നർ എന്ന് പറയുന്നത് ദോശയും മുട്ടത്തോരനും സലാഡുമാണ്. പിന്നെ നൈറ്റ് ഡ്രിങ്കിന് ഞാൻ കുടിച്ചത് മല്ലിവെള്ളമായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.